ഇനിയിപ്പോൾ ചെയ്യുന്നത് ത്രികാല പൂജയാണ്. ത്രികാല പൂജ ചെയ്യുമ്പോൾ നമുക്ക് പല വിധത്തില് നമുക്ക് പൂജകൾ ചെയ്യാൻ പറ്റും. അത് ആ പൂജകൻ, ആ ആചാര്യന് ഏത് രീതിയിലാണ് ഉപദേശം ലഭിച്ചത്, ആ ദേവിയുടെ, ഇപ്പൊ ദുർഗാദേവി ഉണ്ടാവും, കാളിദേവി ഉണ്ടാവും. ഇപ്പൊ കാളിദേവി എന്ന് പറയുമ്പോൾ പല ഭാവത്തിലുള്ള രൂപമുണ്ട്. ഏത് പൂജ കഴിച്ചാലും അതിന് ഹോമം വളരെ പ്രാധാന്യമാണ്. അതിനൊരു എസൻസ് എന്ന് പറയുന്നത്, ഒരു പൂജയുടെ എസൻസ് എന്ന് പറയുന്നത് ഹോമമാണ്. ഇപ്പൊ ദുർഗയ്ക്കാണ് ദുർഗാദേവിക്ക് ചെയ്യണം, അതല്ലെങ്കിൽ കാളിദേവിക്കാണെങ്കിൽ കാളി ഹോമം ചെയ്യണം. അപ്പൊ ആ രീതിയിലെ ഹോമത്തോടു കൂടി ത്രികാല പൂജ കഴിച്ചാൽ സംജാതമാം ഫലം ഒരു 50 ഇരട്ടി കൂടും എന്നാണ് പറയുക. അപ്പൊ ആ രീതിയിൽ നമ്മൾ പൂജ കഴിച്ചാൽ നമ്മുടെ ദോഷങ്ങളെല്ലാം മാറി, ഇപ്പൊ ഏതെങ്കിലും രീതിയിലുള്ള ശത്രുദോഷങ്ങളോ ഈവിള്ളൈ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെ മാറി നമുക്കൊരു അമ്മയുടെ സംരക്ഷണം ഒരു മകന് അല്ലെങ്കിൽ ഒരു മകൾക്ക് എങ്ങനെയാ കിട്ടുക? അപ്പൊ ആ രീതിയിൽ അമ്മ നമ്മളെ സംരക്ഷിക്കും. അതുകൊണ്ട് ത്രികാല പൂജ കഴിക്കുന്നത് എല്ലാവിധ ദോഷങ്ങളൊക്കെ മാറി നമുക്കൊരു അമ്മയുടെ സംരക്ഷണം, അപ്പൊ നമുക്ക് എല്ലാ കാര്യം മനസ്സിലാകുമല്ലേ. അപ്പൊ ആ രീതിയിൽ നമുക്കൊന്നും പേടിക്കാതെ സന്തോഷമായിട്ട് സേഫ്റ്റി ആയിട്ട് മുന്നോട്ട് പോകാനാണ് ത്രികാല പൂജ കഴിക്കുക. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.